പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ CNG ഓട്ടോറിക്ഷയുടെ ഓയിൽ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പുതിയ വണ്ടി എടുത്തിട്ട് 10,000 കിലോമീറ്റർ തികഞ്ഞു. അപ്പോൾ ഈ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോറൂമിലേക്ക് പോവാം. എന്ന് ഒരു വീഡിയോയിലേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോറൂമിൽ ഇവിടെ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്താണ് കേട്ടോ. ഒറ്റപ്പാലത്ത് പിയാജിയോൻ്റെ ഷോറൂമിലുള്ളത് ഇപ്പോൾ നമ്മളുള്ളത് സർവീസ് സെൻറ്ററിലുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞു. അവർ ബാക്ക് ഡോർ തുറന്നു. അവർ ഇനി നമ്മുടെ എൻജിൻ ഓയിൽ ചോർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനുശേഷം എയർ ഫിൽറ്റർ മാറ്റണം. അതിനെ ഒന്ന് ഹെയർ അടിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ളത് വണ്ടി ചാക്കി വെച്ച് പൊങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഇന്നിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം കേരളത്തിലുള്ള ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ CNG എനിക്ക് ഇതിൻ്റെയൊക്കെ ആപ്പയുടെ CNG എടുത്തിട്ട് ഞാൻ 3-4 മാസമായി. എനിക്ക് ഇന്നേ വരെ യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഈ 300 cc വണ്ടിയാണിത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ആപ്പന്നെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്, ആപ്പയുടെ ഡീസൽ വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കാലാവധിയായി. അപ്പോൾ അതിനെ ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ CNG എടുത്തതാണ്. നല്ല വണ്ടിയാണ് ആപ്പയുടെ CNG വണ്ടി. അപ്പോൾ നിങ്ങൾ ഓയിൽ മാറ്റുന്ന സമയത്ത് ഓയിൽ കറക്റ്റ് ടൈമിന് മാറ്റാൻ ശ്രമിക്കുക. ഓയിൽ ഷോറൂമുകാർ പറഞ്ഞ ടൈമിന് മാറ്റുക. നിങ്ങൾ ഓയിൽ മാറ്റുന്ന കാര്യങ്ങളൊന്നും വഴിക്കരുത്. മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ പക്ക ക്ലിയർ ആയിരിക്കണം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യണം. വെഴിക്കാനേ പാടില്ല. എയർ ഫിൽറ്ററിലൊന്നും പൊടിയില്ല. ഞാനിത് ഇടയ്ക്ക് അഴിച്ച് കുടഞ്ഞ് നോക്കലുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് നോക്കലുണ്ട്, വണ്ടി നന്നായിട്ട് മെയിൻ്റനൻസ് ചെയ്യലുണ്ട്. എന്നാലും ഒന്ന് എയർ അടിച്ച് കൊണ്ടുവരണം എനിക്കിത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഹെയർ ഫിൽറ്റർ ഊരിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോറൂമിലെ സുഹൃത്ത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വേറൊരു പിന്നുണ്ട് ഹെയറിൻ്റെ. അതിനോട് സംബന്ധിച്ചിട്ടൊരു പിന്നും കൂടി ഉണ്ട്. അത് രണ്ടും കൂടിയിട്ട് ഞാൻ അവന് ഊരുന്നുണ്ട്. അപ്പോൾ അത് ഊരിയിട്ട് അതിനെ നന്നായിട്ട് ഹെയർ അടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1.5 ലിറ്റർ ഓയിലാണ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടി വരിക. ഇപ്പോൾ ഹൗസിങ് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെറും എഞ്ചിൻ ഓയിൽ മാത്രമേ മാറ്റുള്ളൂ. 1.5 ലിറ്റർ ഓയിലാണ് വേണ്ടി വരിക. അപ്പോൾ ഹൗസിങ്ങിൻ്റെ ഭാഗം എല്ലാം ചോർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഈ ഓയിൽ ഫിൽറ്ററിനെ മാറ്റി കഴിഞ്ഞു. ഫിൽറ്ററിനെ മാറ്റിയിട്ട് ഇപ്പോൾ ഇത് ഫിൽറ്ററിനെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഇത്. സാധാരണ പിയാജിയോൻ്റെ ഡീസൽ ആപ്പേനേക്കാട്ടിലും ഒരുപാട് മെയിൻ്റനൻസ് കുറവാണ് കേട്ടോ നമ്മൾ ഈ CNG വണ്ടി. ഒരുപാട് ഇതിലുള്ള ആളുകൾക്ക് നന്നായിട്ട് ഇതിനെക്കുറിച്ച് അനുഭവം നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ഈ ഡീസൽ വണ്ടികൾ ഒരുപാട് എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് ഈ വണ്ടി എടുത്തതിന് ശേഷം. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മളെ ഈ എയർ ഫിൽറ്റർ നന്നായിട്ട് പൊടിയൊന്ന് തട്ടാനുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പിന്നുണ്ട്. ഈ പിന്നിൻ്റെ ഉള്ളിൽ പൊടി വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ പിന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഹെയർ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റാർട്ടിങ് പ്രശ്നമൊന്നും വരാണ്ടിരിക്കാനൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയിൽ ഓയിലെല്ലാം ചോർത്ത് കഴിഞ്ഞു. ഫെണലെല്ലാം വെച്ചിട്ട് നമ്മളിനി പുതിയ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 ലിറ്റർ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള ഓയിൽ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും കൂട്ടിയിട്ട് പറയുകയാണ്, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാൻ ശ്രമിക്കട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മുടെ ഓയിൽ ഒഴിക്കൽ കഴിയാറായി. ഒരു 1/2 ലിറ്റർ കൂടി ഒഴിക്കാനുണ്ട്. 1.5 ലിറ്റർക്ക് 1 ലിറ്റർ ഒഴിച്ചു, 1/2 ലിറ്റർ കൂടി ഒഴിക്കാനുണ്ട്. 1/2 ലിറ്റർ കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഓയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൂളൻ്റ് വാട്ടർ ചെക്ക് ചെയ്യാൻ കൂളൻ്റ് വാട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. കൂളൻ്റ് വാട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മുടെ എഞ്ചിനെ വേഗം കൂളിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് കൂളൻ്റ് വാട്ടർ. ഇപ്പോൾ വരുന്ന എല്ലാ CNG വണ്ടികളിലും ഈ കൂളൻ്റ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നോക്കും, നമ്മുടെ കൂളൻ്റ് വാട്ടറിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട്. അടപ്പ് തുറന്നതിന് ശേഷം കൂളൻ്റ് വാട്ടർ കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ. ഈ കുറച്ച് കുറവുള്ളത് നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി പോവാണ്, ഒപ്പാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള കൂളൻ്റ് വാട്ടർ ഇപ്പോൾ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നോക്കും, നമ്മുടെ കൂളൻ്റ് വാട്ടർ ഒഴിക്കിട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ വണ്ടിയുടെ ഹെയർ ഫിൽറ്റർ ഒന്ന് ഹെയർ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നു. അപ്പോൾ ഇത് ഹെയർ അടിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ഫിൽറ്റർ ഊരിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ഹെയർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിനി വണ്ടി ഒന്ന് പോയിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി നോക്കാം. ഇത് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് നോക്കി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കെല്ലാം അടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വന്നു. എൻ്റെ സുഹൃത്ത് വന്നിട്ടുണ്ട്.
ഓയിൽ മാറ്റിയിട്ട് ഒക്കെ ഇപ്പോൾ വണ്ടി പക്കയിന് കേട്ടോ. ആദ്യത്തെക്കാളും നല്ല സ്മൂത്ത് ആവുക ചെയ്തിരിക്കുന്നത്. പിന്നെ ഓയിൽ മാറ്റേണ്ട മെയിൻ്റനൻസ് ആകെപ്പാടെ 1036 റുപ്യ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേമാതിരിയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും മുന്നോട്ടേക്ക് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ടാറ്റാ, ബൈ ബൈ. Subscribe now and press the bell icon. Never miss an update.